വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇന്നിപ്പോൾ 2 ആഴ്ച തികയുന്നതിനിടയ്ക്ക് 3 മരണമാണ് ഉണ്ടായത്. അതിന്റെ രൂക്ഷത വിളിച്ചറിയിക്കുന്നതാണ് ഈ മരണം. യഥാർത്ഥത്തിൽ ഞാൻ അവിടുന്ന് വരുമ്പോൾ ഒരു വനാതിർത്തി അത് ബ്രീച്ച് ചെയ്ത് വന്ന് ഒരു സംഭവം ഉണ്ടായെന്നാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇത്രയും ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായി എല്ലാ ദിവസവും ആന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അറിവാണ്. മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ആണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്നത്. വേലിയുണ്ട്, സോളാർ ഫെൻസിംഗ് ഉണ്ട്, അതിൻ്റെ ഫെയിലിയറുണ്ട്, പല കാരണങ്ങൾ ഇതിലുണ്ട്. എന്താണേലും വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ഈ വിഷയം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അഡ്രസ്സ് ചെയ്യാനും, 2 ഇവർ പറയുന്ന വെച്ചാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ തന്നെ ആനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അന്നേരം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ തെർമൽ ഇമേജിങ്ങുള്ള രാത്രി ഉപയോഗിക്കുന്ന ഡ്രോൺ ഇല്ല എന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. അതടക്കം അവൈലബിൾ ആക്കിയിട്ട് ഇവിടുത്തെ ആനയുടെ സാന്നിധ്യം ഈ സമയം കൊണ്ട് പഠിച്ച് ഇത് കാട്ടിലേക്ക് അയക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇത് അങ്ങനെ തീരുമാനിക്കും. അതോടൊപ്പം തുടർന്നുള്ള ഇപ്പം മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഇപ്പം കമ്പി ഇത് ഇടാനുള്ള സോളാർ ഫെൻസിങ് ഇടാനുള്ളത് വർക്ക് കിടക്കാത്ത ചില ഭാഗങ്ങളുണ്ട്. പല വീഴ്ചകൾ കാണാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ വന്നപ്പോൾ ചോദിച്ചതാണ്. ട്രെഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഒരു പോസിബിലിറ്റി അല്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 3 ടയർ ആയിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3 ടയർ ആയിട്ട് തന്നെ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, 2ാമത് ഓവർ ഹാങ്ങിങ്, 3ാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ കൊടുത്ത ഒരു നിർദ്ദേശവും തീരുമാനവും ഇപ്പോൾ ഉള്ള ഫെൻസിനോട് ചേർന്നുള്ള വനത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ വിസ്റ്റ ക്ലിയറൻസ് നടത്തണം. അടിക്കാട് വെട്ടി മരം മുറിച്ച് മാറ്റി ക്ലിയർ ആക്കുക. അന്നേരം ഒന്നുമില്ലെങ്കിൽ ആനകൾ വരുന്ന നമുക്ക് അറിയാനെങ്കിലും സാധിക്കും, കുറച്ച് ദൂരെ നിന്നെങ്കിലും കാണാൻ സാധിക്കും. എന്നിട്ടും ഈ വാളും ഫെയിലിയർ ആണെങ്കിൽ പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് തീരുമാനം എന്തേ ഇത്ര 30 കിലോമീറ്റർ അല്ലേ ഇവിടെ, ഈ 30 കിലോമീറ്ററിലെ വിസ്റ്റ ക്ലിയറൻസ് ആദ്യം ചെയ്യുക. അത് ചെയ്യുന്ന ഒരു നടപടി. ബാക്കിയെല്ലാം ഇപ്പം അങ്ങോട്ട് പോയി ഡിസ്കസ് ചെയ്തിട്ട് വിമാനം രണ്ട് ദിവസം കഴിഞ്ഞു. ഇന്നലെയും ആന ഈ പ്രദേശത്ത് തന്നെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് നടപടിയാണ് നമ്മുടെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന്? അല്ല, തീർച്ചയായിട്ടും ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആനയെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷെ ഒരു തടസ്സവും നോക്കണ്ട. ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, നമുക്ക് ഇപ്പം എനിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാനൊക്കില്ലെന്ന് നിങ്ങൾ സഹകരിക്കുക. ഞാനിന്ന് വന്നു, നോക്കട്ടെ. ഞാനിന്ന് കൊടുത്തേക്കുന്ന നിർദ്ദേശങ്ങൾ ഇഫക്റ്റീവ് ആകുമെന്ന് നോക്കട്ടെ. ഏത് സമയത്തും നമുക്ക് ചെയ്യാം. ഇത് കുറേ കാലമായിട്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ കണക്ക് നോക്കിയപ്പോൾ 2020 വരെ ഈ പ്രദേശത്ത് ഒരു മരണം ഉണ്ടായിട്ടില്ല. അതെ, 5 വർഷത്തിനുള്ളിൽ 2020 വരെ ഒരു മരണം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് 2 വർഷം 4 മരണം വെച്ചുണ്ടായി. പിന്നെ ഒരു വർഷം 2 കുറഞ്ഞു, വീണ്ടും 4 ഉയർന്നു. ഇപ്പോൾ 2026-27 ഇതായിപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അന്നേരം ഇത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇതിൻ്റെ തീക്ഷ്ണത കൂടിയത് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. അന്നേരം തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷന് സമയം തരിക, മനുഷ്യസഹജമായി ചെയ്യാനൊക്കുന്ന എല്ലാം ചെയ്യുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയെന്ന് ജനങ്ങൾ പറയുമ്പോൾ അത് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഞാൻ ഷോക്ക്ഡായി പോയി. ഇത്രയും സംഭവിച്ചെടുത്ത് ആകെ 25 യൂണിഫോംഡ് ഓഫീസേഴ്സാണ് ആകെ ഇവിടെ ഉള്ളത്. 30 കിലോമീറ്ററിലുള്ളതിൽ ആകെ 25 പേരാണ് ഉള്ളത്. അവരും മനുഷ്യരാണ്. അന്നേരം അതിനൊക്കെ ഗവൺമെന്റാണ് പരിഹാരം കാണേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി അല്ലെങ്കിൽ 15 വർഷത്തോളമായി സംസ്ഥാനം ഒട്ടാകെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ അതിരപ്പള്ളിയിലോ തൃശ്ശൂരിലോ മാത്രമല്ല, സംസ്ഥാനം ഉടനീളം ഈ പ്രശ്നം മലയോര മേഖലകൾ നേരിടുന്ന പ്രശ്നമാണ്. അത്തരം വിഷയങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ആണ് എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്നത്. അതിലേക്ക് തീർച്ചയായിട്ടും 10 വർഷത്തേത് പരിഹാരം എന്നെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം ആകുന്നതേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്തിട്ട്.
ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. അല്ല, മുൻ സർക്കാരുകളും മന്ത്രിമാരും ഒക്കെ നിരന്തരം ഞാൻ ആരെയും കുറ്റം പറയാൻ തയ്യാറാകുന്നില്ല. ഞാൻ മുൻക് സർക്കാരുകൾ പിന്തുടർച്ചയാണ്. ഇപ്പൊ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടല്ലല്ലോ വേണ്ടി. ഇനി ഇവിടുന്ന് മുന്നോട്ട് എങ്ങനെ പോകാൻ. പവറിന്റെ കാര്യം, പബ്ലിക് അറിയുന്ന കാര്യം പറഞ്ഞല്ലോ. സ്റ്റേറ്റ് വൈഡ് പോർട്ടലാണോ, എങ്ങനെ? സ്റ്റേറ്റ് വൈഡിലേക്കാണ്. ഞാനത് 5th ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു. 5-ാം തീയതിയാണ് 100 ദിന പരിപാടി. ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതും ഈ വരുന്ന മാർച്ചിന് എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതും മാർച്ചിന് ശേഷമുള്ള ലോങ് ടേം ആയിട്ട് ഇത് എന്നേക്കുമായി ഇതിന് പരിഹാരം എന്തെന്നുള്ള 3 നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ 5-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പോർട്ടലിന്റെ ബേസിക് നിങ്ങൾ 2 ദിവസം കൂടെ കത്തിക്കും. ഞാൻ 5-ാം തീയതി അതിനൊരു വോൾട്ടേജ് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അതുണ്ട്. സ്റ്റേറ്റ് വൈഡ് അറിയാവുന്ന പോർട്ടൽ ഉണ്ടോ നമുക്ക്? അല്ല, അതിലേക്ക് വരികയാണ്. സ്റ്റേറ്റ് വൈഡ് ഫെൻസിങ് ഇപ്പൊ എല്ലായിടത്തും ഈ സ്മാർട്ട് ഫെൻസിങ് ഉള്ള ഇവിടെയൊക്കെ ഉള്ളതെന്നുള്ളതനുസരിച്ചിരിക്കും. സ്മാർട്ട് ഫെൻസിങ് ഉള്ളിടത്താണല്ലോ അത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആർലം ഏറ്റവും വലിയ വിഷയമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത് ഫെൻസിങ്ങിനുള്ള ഇതുണ്ട്, മോണിറ്ററിങ്ങിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവിടെ നടക്കുന്നു. അന്നേരം അത് നമ്മളല്ലേ എനിക്കൊരു പറഞ്ഞില്ലേ അല്പസമയം എന്താ ഞാനൊന്നും ഒരു ഇന്നത്തെ യോഗത്തിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ അല്ല, ഇന്ന് ഇവിടുത്തെ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടുത്തെ മാത്രം വിഷയം ചർച്ച ചെയ്യുന്നത്. പരിപാടിയിലെ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം മലയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പൊക്കത്ത് ഒരു വയല് പോലൊരു സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നതാണ് അവിടെ ഒരു തടയണ കെട്ടി വെള്ളം ശേഖരിക്കാം. വനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പരിശോധിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാ ശ്രദ്ധയിൽ വന്നത് പൊതുജനം പറഞ്ഞത്. 1 വനത്തിലെ ഭക്ഷണത്തിൻ്റെ കുറവ്, 2 വനത്തിൽ കുടിവെള്ളത്തിൻ്റെ കുറവ്, 3 എണ്ണം പെരുകിയത്. ഇത് 3 നമുക്ക് പഠിച്ചേ പറ്റൂ. നമ്മൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടല്ല. ഈ വെള്ളത്തിൻ്റെ വിഷയം വരുന്നു. ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ വിഷയം വരുന്നു. ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ തടയണ കെട്ടി. തമിഴ്നാട്ടിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആനകളെല്ലാം കൂടി ഇങ്ങോട്ട് വരിക വെള്ളം കുടിക്കാൻ. ഇതെല്ലാം ഒരു ശാസ്ത്രീയമായ പഠനം വേണമല്ലോ. അതുകൊണ്ട് ഈ 100 ദിവസത്തിനായി ഇത് ചെയ്യാനൊക്കത്തില്ല. ഒരു ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ശാസ്ത്രീയമായി പഠിച്ച് പിന്നെ പുൽമേടുകൾ വനത്തിനകത്ത് നഷ്ടപ്പെട്ടത് ഒരു ഘടകമായി പറയുന്നുണ്ട്. ഈ കടുവ പോലുള്ള ഇതിന് വരുന്നത് ഗ്രേസിങ്ങിനുള്ള ഇത് നഷ്ടപ്പെട്ട ചെറുമൃഗങ്ങൾ അവിടുന്ന് മാറുന്നു. അന്നേരം അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വളരെ സങ്കീർണമാണ് വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലരും അത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒറ്റമൂലിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് വ്യത്യസ്തമായി പറഞ്ഞു. ഞാനുള്ള കാര്യം പറയുന്നതാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഞാനിത് പരിഹരിച്ചു തരും, അത്ര ഞാൻ ഉറപ്പ് തരുന്നു. എനിക്ക് അതിനുള്ള സമയം തന്നാൽ മനുഷ്യ സഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. MLA അടക്കം പറഞ്ഞു വനംവകുപ്പ് ചെയ്ത ചില പരിപാടികളെ കുറിച്ച്, പ്രത്യേകിച്ചും ഇത്രയും ഡെൻസിറ്റി ആനയുടെ പോപ്പുലേഷൻ ഒരു ആനയുടെ പാത്തിന് തന്നെ കൈതച്ചൊരു പദ്ധതി വനംവകുപ്പ്. നിങ്ങൾ പറഞ്ഞാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എങ്ങനെയാണ് വനം വകുപ്പാകുന്നത്? അത്രയും നിങ്ങൾക്ക് അറിയില്ലേ? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അല്ല, അത് തീർച്ചയായിട്ടും ഞാനതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചോണ്ടാ. ഇവിടെ വനാതിർത്തിയിൽ വന്ന് കൈതച്ചക്ക വെച്ച് കഴിഞ്ഞാൽ നീ ആര് വിചാരിച്ചാലും ആന വരാൻ ശ്രമിക്കും. അവിടോട്ട് ഇറങ്ങാൻ പറ്റാത്തവരിലുള്ള നല്ല ഫെൻസിങ് അവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിലേക്ക് വരുന്ന ആന ഇറങ്ങും. അതെല്ലാം സ്വാഭാവികമാണ്. അന്നേരം ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പരിഹാരമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.